പിന്നെ സെക്കൻഡ് സ്പെഷ്യൽ പ്രൊസീജിയറാണ് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ. ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ മീനിങ് ആണ് സാധാരണ പേഷ്യൻസിന് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാം ദിവസം എംബ്രോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ യൂഷ്വലി മൂന്നാം ദിവസം കഴിഞ്ഞിട്ട് ഒരു വേറെ സ്പെഷ്യൽ കൾച്ചർ മീഡിയാണ് എംബ്രോസിനെ വെച്ചിട്ട് രണ്ട് ദിവസം ഒന്നും എക്സ്ട്രാ കൾച്ചർ ഗ്രോത്ത് ചെയ്യുന്നുണ്ട് എംബ്രോസിന്. പിന്നെ 5th ഡേ അതെ 5ാം ദിവസം എംബ്രോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതേ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ആണ്. ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫറിന് യൂഷ്വലി പേഷ്യൻസിന് സക്സസ് റേറ്റ് നന്നായിട്ടുണ്ട്. ഒരു ഓൺ ആൻ ആവറേജ് ഒരു 50% സക്സസ് റേറ്റ് വരും ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ ചെയ്യുമ്പോൾ. ഇൻവിട്രോ മാച്ചുറേഷൻ മീനിങ് ആണ് എഗ്സിന് ഉള്ളിലെ മാച്ചുറേഷന് പ്രോബ്ലംസ് ആണെങ്കിൽ പുറത്ത് മാച്യൂർ ചെയ്യണം. അത് ബോഡീന് ഒരു സാധാരണ പേഷ്യൻസിനെ IVF ഫിക്സ് ചെയ്യുമ്പോൾ ഒരു 18 മാച്യൂർ സൈസിന് ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ എഗ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ IVF പ്രൊസീജിയറിന് ഒരു 10-12 മില്ലിമീറ്ററിന് എഗ്സ് സൈസ് ഫോളിക്കിൾ സൈസ് ഉണ്ടെങ്കിൽ എഗ്സ് എടുക്കുന്നുണ്ട്. അതേ IVF പ്രൊസീജിയർ ഇമ്മച്യൂർ എഗ്സ് ആണ്. ആ ഇമ്മച്യൂർ എഗ്സിന് പുറത്തൊരു സ്പെഷ്യൽ കൾച്ചർ മീഡിയനെ വെച്ചിട്ട് മെച്യൂർ ചെയ്യണം. അത് മോസ്റ്റ്ലി 24 അല്ലെങ്കിൽ 48 hours കഴിഞ്ഞിട്ട് മെച്യൂർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ എഗ്സിന് ഇക്സി പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ IVF പ്രൊസീജിയറിന് ഒരു എഗ്സ് പുറത്തെടുക്കുമ്പോൾ 4 മണിക്കൂർ ശേഷം മാത്രം ഇക്സി ചെയ്യുന്നുണ്ട്. IVFന് 24 to 48 hours ശേഷം ഇക്സി ചെയ്യുന്നുണ്ട്. അത് IVF പ്രൊസീജിയറിന് റിസൾട്ട് നന്നായിട്ടുണ്ട്. അത് മെയിൻലി ആ പേഷ്യൻസിനെയാണ് കുറച്ച് പേഷ്യൻസിന് ഫോളിക്കൽ വളർച്ച ആകുമ്പോൾ എത്ര നന്നായിട്ട് വളർച്ച ആയിട്ടില്ല, വളർച്ച ആകുമ്പോൾ സ്ലോ ആണ് ഗ്രോത്ത്. അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന് പെട്ടെന്ന് ഫോളിക്കൽ വളർച്ച ആകുമ്പോൾ ചാൻസ് ഉണ്ട്. അത് ഹൈപ്പർ സ്റ്റിമുലേഷന് ചാൻസ് ഉണ്ട്. അതിൽ ഹൈപ്പർ സ്റ്റിമുലേഷൻ വയലിന് ഫ്ലൂയിഡ് കളക്ഷൻ ഹോർമോൺ ലെവൽ കൂടുതലാവുമ്പോൾ ചാൻസ് ഉണ്ട്. ആ പേഷ്യൻസിന് IVF ചെയ്യുമ്പോൾ പിന്നെ പ്രൊസീജിയർ സേഫ് ആണ്. പിന്നെ സക്സസ് റേറ്റ്സ് നന്നായിട്ട് വരുന്നുണ്ട്. ഒരു ക്ലിനിക്കൽ പ്രഗ്നൻസി നിയർലി ഒരു 30 to 40% പ്രഗ്നൻസി വരുന്നുണ്ട്. അത് IUIന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നെ 5 ദിവസം ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നെ IUI ചെയ്യണം. സെക്കൻഡ് ഓപ്ഷനാണ് ഇഞ്ചെക്ഷൻസിന് മാത്രം. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ 2 ടൈപ്പിൻ്റെ ടാബ്ലറ്റ്സ് ഉണ്ട്. ഓരോണ് ക്ലോമിഫീൻ, സെക്കൻഡാണ് ലെട്രോസോൾ. അത് 2 ടാബ്ലറ്റ്സിന് വേറെ ടൈപ്പിന് എഫക്ട്സ് ആണ്. പിന്നെ അത് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാം ദിവസം സാധാരണ പീരീഡ്സിൻ്റെ 2-3 ദിവസം ടാബ്ലറ്റ്സ് തുടങ്ങിയിട്ട് 5 ദിവസം ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നെ 10ാം ദിവസം സ്കാനിങ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. 10ാം ദിവസം സ്കാനിങ് ചെയ്തിട്ട് ഇതേ നോക്കണം ഫോളിക്കൽ എത്ര മില്ലിമീറ്റർ വളർച്ച ആയിട്ടുണ്ട്, എൻഡോമീറ്റർ ഗർഭപാത്ര ലൈനിങ്ങിന് എത്ര മില്ലിമീറ്റർ സൈസ് ഉണ്ട്, ഇത് 2 നോക്കണം. പിന്നെ സൈസ് ഒരു 18 മില്ലിമീറ്റർ ഫോളിക്കലിൻ്റെ സൈസ് ആണെങ്കിൽ ഒരു ഫോളിക്കൽ പൊട്ടിട്ടിന് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് HCG ഇഞ്ചെക്ഷൻ ആണ്. അത് HCG ഇഞ്ചെക്ഷൻ കൊടുത്ത് ഒരു 36 hours 36 മണിക്കൂർ ശേഷം സ്കാനിങ് ചെയ്തിട്ട് ഓവുലേഷൻ കൺഫേം ചെയ്യുന്നുണ്ട്. ഓവുലേഷൻ ആണെങ്കിൽ പിന്നെ IUI ചെയ്യുന്നുണ്ട്. ഇത് ഒരു ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് IUI ഉണ്ടാവും. സെക്കൻഡ് ഓപ്ഷനാണ് ഇഞ്ചെക്ഷൻസ് മാത്രം. ചിലപ്പോൾ പേഷ്യൻസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഫോളിക്കൽ വളർച്ച ആയിട്ടില്ല. ആ ടാബ്ലറ്റ്സിന് ആ പേഷ്യൻസിന് പിന്നെ ഇഞ്ചെക്ഷൻ കൊടുത്ത് IUI ചെയ്യുന്നുണ്ട്. അത് ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ സെക്കൻഡ് ഡേ ഫസ്റ്റ് സ്കാനിങ് ചെയ്തിട്ട് നോക്കണം. പിന്നെ ആ ദിവസം മുതൽ ഇഞ്ചെക്ഷൻ തുടങ്ങണം. അത് ഇഞ്ചെക്ഷൻസ് ആണ് പേരാണ് ഗൊണഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ. അത് ഗൊണഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ വേറെ പ്രകാരമുണ്ട്. ഒരു സാധാരണ ഗൊണഡോട്രോഫിൻ ആണ്, അത് ഹ്യൂമൻ മെനോപോസൽ ഗൊണഡോട്രോഫിൻ. ആണ് റിക്കോംബിനൻറ്റ് ഗൊണഡോട്രോഫിൻ. അത് സിന്തറ്റിക് ആണ്. ഒരു സ്പെഷ്യൽ പ്രൊസീജിയറിന് ഈ റിക്കോംബിനൻറ്റ് ഗൊണഡോട്രോഫിൻ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഡേ സ്കാനിങ് ചെയ്തിട്ട് പിന്നെ ഇഞ്ചെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് എത്ര ഡോസ് തുടങ്ങുന്നത് പേഷ്യൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഡിപ്പെൻഡൻ്റ് ആണ്. പേഷ്യൻറ്റിന് വയസ്സ് എത്ര ഉണ്ട്, വെയിറ്റ് എത്ര ഉണ്ട്, പേഷ്യൻറ്റിന് മുമ്പത്തെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കിയിട്ട് ഒരു ഡോസ് ഡിസൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഇഞ്ചെക്ഷൻ തുടങ്ങിയിട്ട് ശേഷം ഒരു 3 to 5 days ശേഷം വീണ്ടും ഒരു സ്കാനിങ് ചെയ്തിട്ട് നോക്കണം ഫോളിക്കൽ എത്ര വളർച്ച ആയിട്ടുണ്ട് അതേ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ സാധാരണ ഒരു 10 to 14 days ഇഞ്ചെക്ഷൻ കൊടുത്ത ശേഷം പേഷ്യൻറ്റ് റെഡി ഉണ്ടാവും. പിന്നെ ഓവുലേഷൻ്റെ ട്രിഗർ അത് സെയിം HCG ഇഞ്ചെക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ആയിട്ട് ശേഷം IUI ചെയ്യുന്നുണ്ട്. ഇത് ഒരു IUIനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. പിന്നെ IVF ചെയ്യുമ്പോൾ വേറെ പ്രോട്ടോക്കോൾസ് ഉണ്ട് IVF ചെയ്യുമ്പോൾ. പക്ഷേ അതേ പ്രോട്ടോക്കോൾ എല്ലാ പേഷ്യൻസിനെ സെയിം പ്രോട്ടോക്കോളിന് ചെയ്യാൻ പറ്റില്ല. കാരണമാണ് പേഷ്യൻസിന് വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കുറച്ച് പേഷ്യൻസിന് 25 ആഴ്ച മാത്രം IVF ചെയ്യുന്നുണ്ട്. കാരണമാണ് ഹസ്ബൻഡ്സിന് സീമൻ സാമ്പിളിന് വീജ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ IVF മാത്രം ഒരു ഓപ്ഷൻ ഉണ്ട്.
സെക്കൻഡാണ് സപ്പോസ് പേഷ്യൻറ്റിന് 40 ഏജ് വയസ്സുണ്ട്, അതൊക്കെ വേറെ വേറെ ടൈപ്പിന് പേഷ്യൻസിന് വേറെ ടൈപ്പിന് പ്രോട്ടോക്കോൾ ചെയ്യണം. ഇപ്പോൾ കുറേ പ്രോട്ടോക്കോൾസ് അവൈലബിൾ ഉണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 വേറെ പ്രോട്ടോക്കോൾസ് ഉണ്ട്. കാരണം എല്ലാ പ്രോട്ടോക്കോൾസിനെ ഒരു പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വേറെ പ്രോട്ടോക്കോൾ വേറെ പേഷ്യൻസിനെ ഫിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അതേ മീനിങ് ആണ് ടൈലറിങ് ഓഫ് ദ പ്രോട്ടോക്കോൾ ചെയ്യുന്നുണ്ട്. വേറെ പേഷ്യൻറ്റിന് വേറെ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ആണ് ഷോർട്ട് പ്രോട്ടോക്കോളിന് മീനിങ് ആണ് പേഷ്യൻസിന് ഫസ്റ്റ് അതെ സപ്പോസ് സെപ്റ്റംബർ മാസത്തിലെ IVFന് ആവശ്യമുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തിൽ കുറച്ച് ഒരു മെഡിസിൻ തുടങ്ങുന്നത് ഹോർമോണൽ പിൽസ് ആണത്. ഒരു 15-18 ദിവസം മെഡിസിൻ കഴിച്ചിട്ട് പിന്നെ പീരീഡ്സിന് സെക്കൻഡ് ഡേ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. ബ്ലഡ് ടെസ്റ്റിന് ഹോർമോൺ ലെവൽസ് നോക്കണം. ഹോർമോൺ ലെവൽസ് എന്താണ്, LH ഹോർമോൺ, ല്യൂട്ടനൈസിങ് ഹോർമോൺ, ഈസ്ട്രഡിയോൾ ഹോർമോൺ ലെവൽസ് എത്ര ഉണ്ട്, സ്കാനിങ് ചെയ്തിട്ട് ഫോളിക്കിൾസിൻ്റെ സൈസ് നോക്കണം. കാരണം രണ്ടാം ദിവസം സാധാരണ ചെയ്യുമ്പോൾ ഫോളിക്കിൾ സൈസ് ഒരു 3-4-5 മില്ലിമീറ്റർ മാത്രം ഉണ്ടാവും. പിന്നെ ആ ദിവസം എല്ലാ ടെസ്റ്റിംഗ് നോർമൽ ആണെങ്കിൽ പിന്നെ ഇഞ്ചെക്ഷൻസ് തുടങ്ങുന്നത്. ഷോർട്ട് പ്രോട്ടോക്കോളിൻ്റെ 2 ടൈപ്പിന് പ്രോട്ടോക്കോൾസ് ആണ്. ആണ് ഫ്ലെയർ പ്രോട്ടോക്കോൾ, അഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, ല്യൂപ്രൈഡ് അല്ലെങ്കിൽ ബ്യൂസെർലിൻ. പിന്നെ 4-ാം ദിവസം മുതൽ സെയിം ഗോണഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ, ഫോളിക്കൽ വളർച്ചോമ്പ ഇഞ്ചെക്ഷൻ തുടങ്ങുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ടൈപ്പിൻ്റെ പ്രോട്ടോക്കോളാണ് ഒരു ആൻറ്റാഗോണിസ്റ്റ് പ്രോട്ടോക്കോൾ. ഇത് ആൻറ്റാഗോണിസ്റ്റ് ഒരു പുതിയ പ്രോട്ടോക്കോൾ ഉണ്ട്. അതിലുള്ള സെക്കൻഡ് ഡേ സ്കാനിങ് ചെയ്തിട്ട് സെക്കൻഡ് ഡേ മുതൽ ഗോണഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ തുടങ്ങണം. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. പിന്നെ ഫോളിക്കൽ നന്നായിട്ട് വളർച്ച ഉണ്ടെങ്കിൽ 13-14 മില്ലിമീറ്റർ ആണെങ്കിൽ ഒരു ആൻറ്റാഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ തുടങ്ങുന്നുണ്ട്. ആൻറ്റാഗോണിസ്റ്റ് ഇഞ്ചെക്ഷന് ഉണ്ട് ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ. കാരണമാണ് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓവുലേഷന് ആവശ്യമില്ല. ഓവുലേഷന് മുമ്പ് ഫോളിക്കൽസ് എടുക്കണം. ഓവുലേഷൻ ആണെങ്കിൽ പിന്നെ എഗ്സ് പോകും. ഇതൊക്കെ ഓവുലേഷന് മുമ്പ് ഫോളിക്കിൾസ് എടുക്കുന്നത്. ഇതൊക്കെ ആൻറ്റാഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ 14 മില്ലിമീറ്റർ ഫോളിക്കിൾ ആണെങ്കിൽ ഈ ഇഞ്ചെക്ഷൻ സാധാരണ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രോട്ടോക്കോളിന് ഒരു 8-10 ദിവസം വേണം ഫോളിക്കിൾ വളർച്ച ആകുമ്പോൾ. പിന്നെ വളർച്ചയായിട്ട് ശേഷം 2 സൈഡിൽ നിന്ന് എഗ്സ് എടുക്കണം. പിന്നെ ICSI ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ICSI ട്രീറ്റ്മെൻറ്റ് എല്ലാ പ്രോട്ടോക്കോൾസിന് സെയിം ടൈപ്പിന് പ്രൊസീജിയറാണ്. പിന്നെ സെക്കൻഡ് പ്രോട്ടോക്കോളാണ് ഒരു ലോങ് പ്രോട്ടോക്കോൾ. അത് ലോങ് പ്രോട്ടോക്കോളിന് ഞാൻ മുമ്പ് പറഞ്ഞു ഷോർട്ട് പ്രോട്ടോക്കോളിന് ഒരു അപ്രോക്സിമേറ്റ് 10 ദിവസം എന്ന ഇഞ്ചെക്ഷൻ എടുക്കണം. ലോങ് പ്രോട്ടോക്കോളിന് ഒരു 20-25 ദിവസം ഇഞ്ചെക്ഷൻ എടുക്കണം. ഇതേ ഇഞ്ചെക്ഷൻ ഈ ടൈപ്പിൻ്റെ പ്രോട്ടോക്കോൾ മെയിൻലി പോളിസിസ്റ്റിക് ഓവറീസ് പേഷ്യൻസിന് ചെയ്യുന്നുണ്ട്. അത് കുറേ ഫോളിക്കിൾ ഒരു 2 സൈഡിന് 10-15 ഫോളിക്കിൾസ് ആണെങ്കിൽ ഈ ലോങ് പ്രോട്ടോക്കോൾ ചെയ്യുന്നുണ്ട്. അതിന് ഫസ്റ്റ് ഒരു 12-14 ദിവസത്തിന് ഒരു ആഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് ഇഞ്ചെക്ഷനാണ് ഹോർമോൺ ലെവൽ കുറക്കുന്ന ഇഞ്ചെക്ഷനാണ്. ഒരു ബേസ് ലൈൻ ഹോർമോൺ ലെവൽ കുറക്കുന്ന ഇഞ്ചെക്ഷനാണ്. അതേ കഴിഞ്ഞിട്ട് ഹോർമോൺ ലെവൽ നന്നായിട്ട് കുറഞ്ഞിട്ട് ശേഷം പിന്നെ ഫോളിക്കൽ വളർച്ച ആകുമ്പോൾ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് 10 ദിവസമാണ് ഇഞ്ചെക്ഷൻ. ഇത് ഒരു ലോങ് ടൈപ്പിന്. പിന്നെ എംബ്രോ എല്ലാ പേഷ്യൻസിനും IVF പേഷ്യൻസിന് ഒരു 3-4-5 ദിവസം എംബ്രോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എംബ്രോ ട്രാൻസ്ഫറിന് ശേഷം നന്നായിട്ട് സപ്പോർട്ട് വേണം പ്രഗ്നൻസിന്. കാരണമാണ് ഈ ടൈപ്പിന് പേഷ്യൻസിന് ഹോർമോൺ പ്രൊഡക്ഷൻ എത്ര നന്നായിട്ടും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കുറച്ച് പുറത്തിന് സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ സപ്പോർട്ടിന് കുറച്ച് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന് വെക്കണ സപ്പോസിറ്ററി ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രൊജിനോവ ഗുളിക, അതേ ഹോർമോൺ ഈസ്ട്രോജൻ ഹോർമോൺ ഗുളികയാണ്, അതേ കൊടുക്കുന്നുണ്ട്. പിന്നെ HCG ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട്. അതേ എല്ലാ പ്രോട്ടോക്കോൾസ് ഈ ഇഞ്ചെക്ഷൻസ് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ പിന്നെ പ്രഗ്നൻസി റേറ്റ് ബെറ്റർ ഉണ്ടാവും. പിന്നെ ഒരു സെപ്പറേറ്റ് സബ് ഗ്രൂപ്പാണ് ഒരു പേഷ്യൻസ് ഹസ്ബൻഡിനെ സപ്പോസ് വീജ് സാമ്പിളിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വീജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എസോസ്പെർമിയ കേസസ് ആണിത്. ഇത് ഒരു ഡിഫിക്കൽട്ട് കേസാണ്. ഇത് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. കാരണം പുറത്ത് സാമ്പിളിന് സ്പേംസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരെണ്ണം മാത്രം ഓപ്ഷൻ ഉണ്ട്. അതാണ് സൂചി വെച്ചിട്ട് ടെസ്റ്റിസിന്ന് സൂചി വെച്ചിട്ട് നോക്കണം സ്പേംസ് ഉണ്ടായില്ലേ അത് നോക്കണം. സ്പേംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് 100% സക്സസ് ഉണ്ടായിരുന്നില്ല. കാരണമാണ് ടെസ്റ്റിസ് പുറത്തുള്ള സാമ്പിളിന് സ്പേംസ് ഇല്ലെങ്കിൽ 100% ഗ്യാരണ്ടീന്ന് പറയാൻ പറ്റില്ല ഏത് പേഷ്യൻസിന് സ്പേംസ് ഉണ്ട്, ഏത് പേഷ്യൻസിന് സ്പേംസ് ഇല്ല. ഇതൊക്കെ കുറച്ച് ബ്ലഡ് ടെസ്റ്റിംഗ് ചെയ്തിട്ട് നോക്കണം.
പിന്നെ സൂചി അതെ കൺഫർമേറ്ററി ടെസ്റ്റാണ് സൂചി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ സൂചി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിന് പിന്നെ നോക്കുന്നുണ്ട് സ്പേംസ് ഉണ്ട് ഇല്ല അത് നോക്കിയിട്ട് പിന്നെ എക്സി ചെയ്യുന്നുണ്ട്. സ്പേംസ് എങ്ങനെ എടുക്കണം ഈ പേഷ്യൻസിന്? ഇതേ ക്വസ്റ്റ്യൻസിന് 3 ടൈപ്പിന് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് സാധാരണ ടെസ്റ്റിസിന് സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ അതേ ആ സ്പേംസ് പുറത്ത് സൈഡിൽ നിന്ന് പറഞ്ഞു ബാക്ക് സൈഡിൽ നിന്ന് ടെസ്റ്റിസിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സ്റ്റോറേജ് ഓർഗൻ ഉണ്ട്. അതേ സ്റ്റോറേജ് ഓർഗൻ്റെ പേരാണ് എപ്പിഡിഡിമിസ്. അതേ സ്റ്റോറേജ് ഓർഗൻ ഉണ്ട്. പിന്നെ ഇവിടെ സ്പേംസ് ഫസ്റ്റ് ഇവിടെ വരും സ്റ്റോറേജ് ഓർഗന്, അതേ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വരുന്നുണ്ട്. സ്പേംസ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഇത് എപ്പിഡിഡിമിസ്, ഇത് സ്റ്റോറേജ് ഓർഗനെ സൂചി വെച്ചിട്ട് നോക്കണം. ഈ സൈറ്റിന് സ്പേംസ് ഉണ്ടെങ്കിൽ പിന്നെ സാധാരണ ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ് നന്നായിട്ടുണ്ട്. കാരണം ഈ സൈറ്റിന് സ്പേംസ് മോസ്റ്റ്ലി ഒബ്സ്ട്രക്റ്റീവ് കേസിനെ കിട്ടുന്നുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് കേസസ് മീനിങ് ആണ് സ്പേംസിന് പുറത്ത് വരുമ്പോൾ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഇത് ഒബ്സ്ട്രക്റ്റീവ് വേസോസ്പെർമിയ ആണ്. പിന്നെ സെക്കൻഡ് ടൈപ്പിൻ്റെ കേസാണ് നോൺ ഒബ്സ്ട്രക്റ്റീവ് വേസോസ്പെർമിയ. അതേ മീനിങ് ആണ് സ്പേംസിന് പുറത്ത് വരുമ്പോൾ ബ്ലോക്കേജ് ഒന്നുമില്ല, പക്ഷേ സ്പേം പ്രൊഡക്ഷനിന് കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. ആ പേഷ്യൻസിന് മോസ്റ്റ്ലി ഡയറക്റ്റ് ടെസ്റ്റിസുള്ളില്ല സൂചി വെച്ചിട്ട് മാത്രം സ്പേംസ് കിട്ടുമ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ടൈപ്പിൻ്റെ പേഷ്യൻസ് ഒരു സൂചി വെക്കുമ്പോൾ 30-40% മാത്രം ചാൻസ് ഉണ്ട് സ്പേംസ് കിട്ടുമ്പോൾ. പിന്നെ ഈ പേഷ്യൻസിന് കുറച്ച് ഒരു തേർഡ് ഓപ്ഷൻ ഉണ്ട്. തേർഡ് ഓപ്ഷനാണ് ഓപ്പൺ ബയോപ്സി ചെയ്യുമ്പോൾ. ഓപ്പൺ ബയോപ്സി മീനിങ് ആണ് ടെസ്റ്റിസ് എന്ന ഒരു ചെറിയ കട്ട് ചെയ്തിട്ട് ടെസ്റ്റിസ് ഓപ്പൺ ചെയ്തിട്ട് ശേഷം പിന്നെ സ്പേംസ് എടുക്കണം. ഇതൊക്കെ ഒരു 40-80% സക്സസ് ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് വർഷം ഒരു വെസ്റ്റേൺ കൺട്രീസിന് ഒരു പുതിയ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതാണ് മൈക്രോടീസൈന്. മൈക്രോടീസി മീനിങ് ആണ് ഒരു മൈക്രോസ്കോപ്പിക് സർജറിയാണ്. ഞാനിപ്പോൾ പറഞ്ഞു ഓപ്പൺ ബയോപ്സി ചെയ്യുമ്പോൾ മൈക്രോടീസി മീനിങ് ആണ് ഓപ്പൺ ബയോപ്സി ചെയ്യണം, പക്ഷേ ഇത് മൈക്രോസ്കോപ്പ് ഗൈഡൻസിന് ചെയ്യണം. മൈക്രോസ്കോപ്പിന് അഡ്വാൻറ്റേജ് ആണ്. മൈക്രോസ്കോപ്പിൽ നിന്ന് നോക്കുമ്പോൾ സ്പേംസ് ടെസ്റ്റിസിന് ഏത് ഭാഗിന് സ്പേംസ് ഉണ്ട് അത് നോക്കണം, ഭയങ്കര ഈസിയാണ് അത് നോക്കണം. പിന്നെ അത് നോക്കിയിട്ട് നന്നായിട്ട് ഒരു കുറച്ച് പറയാൻ പറ്റും ഏത് ടെസ്റ്റിസിന് ഏത് ഭാഗമേ സ്പേംസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. പിന്നെ ആ ഭാഗത്തിന് സ്പേംസ് പിന്നെ ടിഷ്യൂ എടുക്കണം, ആ ടിഷ്യൂവിൽ നിന്ന് ടെസ്റ്റിംഗ് ചെയ്തിട്ട് നോക്കണം മൈക്രോസ്കോപ്പിലില്ല. പിന്നെ സ്പേംസ് കിട്ടുമ്പോൾ എക്സി ചെയ്യണം. മൈക്രോടീസിന് സക്സസ് റേറ്റ് നന്നായിട്ടുണ്ട്. ഒരു 50-60% മൈക്രോടീസിന് സക്സസ് റേറ്റ് ഉണ്ടാവും വേറെ ടൈപ്പിന് വേറെ പ്രകാരൻ്റെ പേഷ്യൻസിന്. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.